ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ PSC ബുള്ളറ്റിൻ കേന്ദ്രീകൃതമായിട്ട് വന്നിട്ടുള്ള ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് PSC ബുള്ളറ്റിൻ ഫോളോ ചെയ്തിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സെക്ഷൻ അവർ ഇറക്കുന്നുണ്ട്. ഒരു 50 ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ മാസത്തിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ അതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത് മിസ്സാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് തന്നുകൊണ്ടും കൂടിയിരിക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് നോക്കിയേക്കാം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് മാറിയിരിക്കും. അത് PSC ആയിക്കോട്ടെ മറ്റേത് എക്സാംസിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് കോവിഡ് കവച് എലിസ ദാറ്റ് വാസ് സീൻ ഇൻ ന്യൂസ് റീസെൻ്റ്ലി? എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് കോവിഡ് കവച് എലിസ ദാറ്റ് വാസ് സീൻ ഇൻ ന്യൂസ് റീസെൻ്റ്ലി? റീസെൻ്റ് ആയിട്ട് ന്യൂസുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു ടേം ആണ് കോവിഡ് കവച് എലിസ എന്ന് പറയുന്നത്. അത് എന്തിനെ പറ്റിയിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ ആൻസർ നോട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാം. ഇപ്പോൾ ഓർമ്മയിലൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങൾക്കും അതൊരു അവസരമായിട്ട് മാറും. അതുകൊണ്ട് എന്താണ് എന്നൊന്ന് ആലോചിക്കുക. വാട്ട് ഈസ് കോവിഡ് കവച് എലിസ ദാറ്റ് വാസ് സീൻ ഇൻ ന്യൂസ് റീസെൻ്റ്ലി? ആൻസർ B ആണ്. അതായത് ടെസ്റ്റിംഗ് കിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോവിഡ് കവച് എലിസ. ഇപ്പൊ എലിസ ടെസ്റ്റ് ഒക്കെ നമ്മൾ നടത്താറില്ലേ? അപ്പൊ ആ എലിസ ടെസ്റ്റ് ഇവിടെ എലിസ വന്ന് കോവിഡ് കവച് എലിസ എന്ന് പറയുന്ന ടേം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ടെസ്റ്റിംഗ് കിറ്റിനെ വിളിക്കുന്ന പേരാണ് കോവിഡ് കവച് എലിസ എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. What is the name of the mobile application launched by the Indian government to track the risk of coronavirus infection? എന്താണ്? ഏത് മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇന്ത്യ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട്? ടു ട്രാക്ക് ദ റിസ്ക് ഓഫ് കൊറോണ വൈറസ് ഇൻഫെക്ഷൻ. ആ ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ C ആണ്, കൊറോണ കവച്. അപ്പൊ മൊബൈൽ ആപ്ലിക്കേഷൻ ടു ട്രാക്ക് ദി റിസ്ക് ഓഫ് കൊറോണ വൈറസ് ഇൻഫെക്ഷൻ ഏത് മൊബൈൽ ആപ്ലിക്കേഷനാണ്? കൊറോണ കവച് എന്നാണ് ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ്. ഫുൾ നെയിം നോക്കിക്കേ. ദ ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ്. എന്താണ് എക്സോ പ്ലാനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് ഔട്ട്സൈഡ് പ്ലാനറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു എക്സോ പ്ലാനറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ സോളാർ പ്ലാനറ്റ് എന്നാണ് എക്സോ പ്ലാനറ്റിന്റെ മീനിങ്. അതായത് സോളാർ സിസ്റ്റത്തിന് പുറത്തു നിൽക്കുന്ന ഒരു പ്ലാനറ്റിനെയാണ് നമ്മൾ എക്സോ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് TESS എന്ന് പറയുന്നത് വിച്ച് റീസെൻ്റ്ലി ഡിസ്കവേർഡ് എ ന്യൂ ഹാബിറ്റബിൾ എക്സോ പ്ലാനറ്റ് നോൺ ആസ് TOI 700D ബിലോങ്സ് ടു വിച്ച് സ്പേസ് ഏജൻസി? അതായത് ഏതോ ഒരു ഏജൻസി പുതിയൊരു എക്സോ പ്ലാനറ്റിനെ കണ്ടുപിടിച്ചു. അതായത് താമസയോഗ്യമായിട്ടുള്ള ഒരു എക്സോ പ്ലാനറ്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഏജൻസി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പ്ലാനറ്റിന്റെ പേരെന്തായിട്ടിരിക്കുന്നത്? TOI 700D എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ പ്ലാനറ്റ് കണ്ടുപിടിച്ച ഏജൻസിയാണ് B ആണ് ആൻസർ. നാസയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടേംസ് എല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഹാസ് റിലീസ്ഡ് ₹1 crore to a Pune based company named Cytech Park for manufacturing which product? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 1 crore rupees ആർക്ക് കൊടുത്തിട്ടുണ്ട്? പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ നെയിമാണ് സൈടെക് പാർക്ക്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് മാനുഫാക്ചർ ചെയ്യാൻ, ഏത് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 കോടി രൂപ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പൂനെ ബേസ്ഡ് ആയിട്ടുള്ള സൈടെക് പാർക്കിന് കൊടുത്തിരിക്കുന്നത്? ആൻസർ A ആണ്. എയർ പ്യൂരിഫയറിന് വേണ്ടിയിട്ടാണ്. എന്താണ്? എയർ പ്യൂരിഫയറിന് വേണ്ടിയിട്ടാണ് 1 crore rupees ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പൂനെ ബേസ്ഡ് ആയിട്ടുള്ള സൈടെക് പാർക്കിന് നൽകിയിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഇന്ത്യൻ കമ്പനി ഹാസ് ലോഞ്ച് ദ വേൾഡ് ഫസ്റ്റ് CRISPR-Cas9 ബേസ്ഡ് ഡയഗ്നോസ്റ്റിക് ടൂൾ ചെക്ക്?
അപ്പോൾ ഇതിനകത്ത് കേട്ടിട്ടില്ലാത്തവർക്ക് ഒരു പുതിയ ടേം കാണും, അറിയാവുന്നവരും കാണും. CRISPR-Cas9 ബേസ്ഡ് ഡയഗ്നോസ്റ്റിക് ടൂൾ ആയിട്ടുള്ള ചെക്ക് എന്ന് പറയുന്ന ആ ഡയഗ്നോസ്റ്റിക് ടൂള് ലോഞ്ച് ചെയ്ത ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ വേൾഡ് ആദ്യത്തെയാണ്, അതൊരു ഇന്ത്യൻ കമ്പനിയാണ്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഞാൻ ആദ്യം പറയാം. ഡി ആണ് ആൻസർ. ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ആണ് ഇന്ത്യൻ കമ്പനിയാണ്. എന്താണ് വേൾഡ് ഫസ്റ്റ് CRISPR-Cas9 ബേസ്ഡ് ഡയഗ്നോസ്റ്റിക് ടൂൾ ആയിട്ടുള്ള ചെക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്. ഇനി എന്താണ് CRISPR-Cas9 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയാം. അതായത് 2011 ശാസ്ത്രലോകം രൂപപ്പെടുത്തിയ ഒരു ജീൻ എഡിറ്റിംഗ് വിദ്യയാണ് എന്ത് CRISPR-Cas9 എന്ന് പറയുന്നത്. അപ്പം ഇത് വെച്ചിട്ട് ഭ്രൂണങ്ങളെയൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ കഴിയുന്നു. ജനിതക രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള പുതിയ സാധ്യതകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു കണ്ടുപിടുത്തമാണ് 2011 കണ്ടുപിടിച്ച CRISPR-Cas9. ഒരു ജനറ്റിക്കലി ഒരു കണ്ടുപിടുത്തമാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി. ജീൻ എഡിറ്റിംഗ് ഒരു വിദ്യയാണെന്നൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ടൂള്, ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടൂളിന്റെ പേര് ചെക്ക് എന്നാണ്. അത് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ആദ്യമായിട്ട് ആ ഇന്ത്യൻ കമ്പനിയുടെ പേരെന്താണ്? ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നാണ്. ക്ലിയർ ആയല്ലോ? CRISPR-Cas9 ഇനി എവിടെ കേട്ട് കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ജീൻ എഡിറ്റിംഗ് വിദ്യയാണെന്ന്, അതൊരു ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ആറാമത്തെ ക്വസ്റ്റ്യൻ, DRDO is set to establish biodigester MK2 technology in which state's metro rail network? എന്താണ് ചോദിച്ചിരിക്കുന്നത്? DRDO എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് ബയോഡൈജസ്റ്റർ MK2 ടെക്നോളജി. അത് ഏത് മെട്രോ റെയിൽ നെറ്റ്വർക്കുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? ഏത് ഇതുമായിട്ടാണ് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഏത് ഇതുമായിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയാണ് ആൻസർ. DRDO is to establish biodigester MK2 ടെക്നോളജി ഇൻ മഹാരാഷ്ട്ര മെട്രോ റെയിൽ നെറ്റ്വർക്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എന്താണ് ഈ ബയോഡൈജസ്റ്റർ MK2 എന്ന് പറയുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഈ മെട്രോ റെയിൽ പ്രോജക്റ്റുമായിട്ട് വരുന്ന കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാനിറ്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാട്ടർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു പുതിയൊരു ടെക്നോളജിയാണ്. അതായത് മാക്സിമം ക്ലീനിങ് ഫെസിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതും വെള്ളം സേവ് ചെയ്യുക എന്നുള്ളതും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് DRDO എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് ബയോഡൈജസ്റ്റർ MK2 എന്ന് പറയുന്നത്. അത് ഏത് മെട്രോ റെയിൽ നെറ്റ്വർക്കുമാണ് ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? മഹാരാഷ്ട്രയിലാണെന്നൂടെ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എവർ റാഡിഷ് ക്രോപ്പ് ഹാസ് ബീൻ ഗ്രോൺ ഇൻ സ്പേസ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? അതായത് ആദ്യമായിട്ടുള്ള റാഡിഷ് ക്രോപ്പ് എവിടെ? ഹാസ് ബീൻ ഗ്രോൺ ഇൻ സ്പേസ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? ഏത് ഓർഗനൈസേഷൻ ആണ്? സംശയമൊന്നും വേണ്ട, നാസ ആയിരിക്കും അല്ലെ? സ്പേസ് ഓർഗനൈസേഷനിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് നാസ. അപ്പൊ നാസയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ടൈപ്പ് ഓഫ് എക്ലിപ്സ് ഈസ് നോൺ ആസ് ദി ബീവർ മൂൺ? ആൻസർ വരുന്നത് ഇവിടെ ഡി ആണ്. പെനുംബ്രൽ ലൂണാർ എക്ലിപ്സ് ആണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ എന്താണ് ഈ ബീവർ മൂൺ എന്ന് നോക്കാം. അതിനു മുമ്പ് ബീവർ മൂണിന് മുമ്പായിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ പറയാം. അതായത് വെൻ ദ മൂൺ മൂവ്സ് ഇൻ ടു ദ എർത്ത് ഷാഡോ, അതായത് എർത്തിന്റെ ഷാഡോയിലേക്ക് മൂൺ മൂവ് ചെയ്യുന്ന സമയത്താണ് ലൂണാർ എക്ലിപ്സ് ഉണ്ടാവുന്നത് നമുക്കറിയാം. ഈ ലൂണാർ എക്ലിപ്സ് തന്നെ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ടെന്ന് നോക്കി വയ്ക്കുക. ഒന്ന് ടോട്ടൽ ആയിട്ടുണ്ട്, പാർഷ്യൽ ആയിട്ടുണ്ട്, പെനുംബ്രൽ എന്ന് പറയുന്നത്. അതിനകത്ത് പെനുംബ്രൽ ആണ് ബീവർ മൂൺ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പെനുംബ്രൽ ആയിട്ടുള്ള എക്ലിപ്സ് നടക്കുന്ന സമയത്ത് മൂൺ പാസസ് ത്രൂ പാർട്ട് ഓഫ് ദി എർത്ത് ഔട്ടർ ഫെയിൻഡർ ആൻഡ് അതായത് അർദ്ധഛായ എന്നാണ് ശരിക്കും ഇതിന്റെ ഒരു മലയാളം മീനിങ്. എന്താണ്? അല്പഛായ അല്ലെങ്കിൽ അർദ്ധഛായ, ഒരു പാർഷ്യൽ ഭാഗം പോലും ഇല്ലാത്ത രീതിയിലായിരിക്കും ഈ ബീവർ മൂൺ കാണപ്പെടുന്നത്. അപ്പം വിച്ച് ടൈപ്പ് ഓഫ് എക്ലിപ്സ് ഈസ് നോൺ ആസ് ദി ബീവർ മൂൺ? പെനുംബ്രൽ ലൂണാർ എക്ലിപ്സ് ആണ് എന്ന് ഓർത്ത് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എർത്തിൽ നിന്നും വെളിയിൽ പോകും മൂണ്. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പകുതി ഛായ, അല്പഛായ മാത്രമേ ഭൂമിയിലേക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇതാണ് അതിന്റെ മീനിങ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഫാൽക്കൺ 9 റോക്കറ്റ് ഈസ് യൂസ്ഡ് ബൈ വിച്ച് സ്പേസ് ഏജൻസി? എന്താണ്? ഫാൽക്കൺ 9 റോക്കറ്റ് ഏത് ഏജൻസിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് സി ആണ്. സ്പേസ് എക്സ് എന്ന് പറയുന്ന സ്പേസ് ഏജൻസിയാണ് ഫാൽക്കൺ 9 യൂസ് ചെയ്യുന്ന റോക്കറ്റ് ആണ് അതിന്റെ പേര്. അതായത് ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റ് ആണ്, അത് യൂസ് ചെയ്യുന്ന സ്പേസ് ഏജൻസിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് B1.617 വിച്ച് ഈസ് സീൻ ന്യൂസ് ഇൻ റീസെന്റ്? അതായത് B1.617 എന്ന് പറയുന്നത് ന്യൂസിൽ റീസെന്റ് ആയിട്ട് കാണപ്പെടാറുള്ള ഒരു കാര്യമാണ്. ഇത് എന്താണ് എന്നാണ് ചോദ്യം. അത് എ ആണ് ആൻസർ. COVID-19 വേരിയന്റിനെ ഒരു റെപ്രസെന്റ് ചെയ്യുന്നതാണ് B1.617 എന്ന് പറയുന്നത്.
ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിക്കോൺ ഇസ് ദ നെയിം ഓഫ് വിച്ച് സ്പേസ് ബോഡി ദാറ്റ് വാസ് റീസെന്റ് ഡിസ്കവേർഡ് അറ്റ് 1500 ലൈറ്റ് ഇയേഴ്സ് എവേ ഫ്രം ദ എർത്ത്. എന്താണ് യൂണിക്കോൺ? എന്താണ് യൂണിക്കോൺ? ആ പേര് നോക്കി വെച്ചോളാം. യൂണിക്കോൺ എന്ന് പറയുന്നത് ഏത് സ്പേസ് ബോഡിയുടെ പേരാണ്? ദാറ്റ് വാസ് റീസെന്റ് ഡിസ്കവേർഡ് അറ്റ് 1500 ലൈറ്റ് ഇയർ എവേ ഫ്രം ദി എർത്ത്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രകാശ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ദൂരത്തിനെ അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെ. 1500 പ്രകാശ വർഷം എർത്തിൽ നിന്നും അകലെയുള്ള യൂണിക്കോൺ എന്ന് പറയുന്ന ഒരു സ്പേസ് ബോഡിയെ ഇപ്പൊ റീസെന്റ് ഡിസ്കവേർഡ് ചെയ്തു അല്ലെ. അത് ഏത് സ്പേസ് ബോഡി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് ആൻസർ. എന്താണ്? ബ്ലാക്ക് ഹോൾ ആണ് അതിന്റെ ആൻസർ. ബ്ലാക്ക് ഹോൾ ആണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ആസ്ട്രോണമി വാട്ട് ഈസ് ഒസിരിസ്? ഒസിരിസ് എന്ന് പറയുന്നത് ആസ്ട്രോണമിയിൽ എന്തിന്റെ മീനിങ് ആണ്? അത് റീസെന്റ് ന്യൂസിലൊക്കെ വരാറുണ്ട്. ഒസിരിസ് എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രപരമായി ന്യൂസിൽ ഇപ്പൊ കാണാറുള്ള ഒരു ടേം ആണ്. ജ്യോതിശാസ്ത്രപരമായി ഒസിരിസിന്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ബി ആണ് അതിന് ആൻസർ. എക്സോ പ്ലാനറ്റ് ആണ്. നമ്മൾ ഓൾറെഡി എക്സോ പ്ലാനറ്റ് എന്താണെന്ന് പറഞ്ഞു? ഔട്ടർ സർഫസ് ആണ് അല്ലെ. അതായത് നമ്മുടെ സണ്ണിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നിന്നും പുറത്തു നിൽക്കുന്ന ഒരു പ്ലാനറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. What is the name of the condition in which the human body is deprived of adequate oxygen supply at the tissue level? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? സയൻസ് അറിയാവുന്നവർക്ക് എളുപ്പമാണ്. ടിഷ്യൂ ലെവലിലുള്ള ഓക്സിജന്റെ ഇല്ലായ്മ അല്ലെ, ഡിപ്രിവേഷൻ വരുന്നത് കൊണ്ടുണ്ടാവുന്ന ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേര്. അതായത് ഹ്യൂമൻ ബോഡിയിലെ ടിഷ്യൂ ലെവലിൽ നമുക്ക് ഓക്സിജന്റെ ഇൻഅഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വരുന്നതിനെ വിളിക്കുന്ന പേരാണ്, ആ ഒരു രോഗത്തിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോക്സിയ. എന്ത് വിളിക്കും? ഹൈപ്പോക്സിയ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, വി തിങ്ക് ഡിജിറ്റൽ. എന്താണ് വി തിങ്ക് ഡിജിറ്റൽ? ഈസ് എ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം ഓഫ് വിച്ച് ഗ്ലോബൽ ടെക്നോളജി കമ്പനി? വി തിങ്ക് ഡിജിറ്റൽ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം ആണ്. ഈ ഡിജിറ്റലി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ ടെക്നോളജി കമ്പനിയുടെ ഒരു ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാമിന്റെ പേരാണ് വി തിങ്ക് ഡിജിറ്റൽ എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ന്യൂസിലുള്ളതാണ്. അത് ഏത് കമ്പനിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി, ഫേസ്ബുക്ക് ആണ്. വി തിങ്ക് ഡിജിറ്റൽ എന്ന് പറയുന്ന ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം ഗ്ലോബൽ ടെക്നോളജി കമ്പനിയുടെ കൂട്ടത്തിൽ നടത്തുന്ന കമ്പനി. പിടികിട്ടിയല്ലോ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അസോസിയേഷൻ റീസെന്റ് കൊളാബറേറ്റഡ് വിത്ത് നീതി ആയോഗ് അഡാൽ ഇന്നോവേഷൻ മിഷൻ? അഡാൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഒരു പ്രോഗ്രാമാണ്. അത് ഏത് അസോസിയേഷൻ ആണ് നീതി ആയോഗിന്റെ അഡാൽ ഇന്നോവേഷൻ മിഷനുമായിട്ട് ചേർന്നിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? എന്ത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് മോഡ്യൂൾ ഫോർ ഇന്ത്യൻ സ്കൂൾ സ്റ്റുഡൻറ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് മോഡ്യൂൾ ഇന്ത്യൻ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത നീതി ആയോഗിന്റെ അഡാൽ ഇന്നോവേഷൻ മിഷന്റെ കൂടെ നിന്ന ഏജൻസി അല്ലെങ്കിൽ അസോസിയേഷന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. എ ആണ് ആൻസർ. എന്താണ്? NASSCOM. എന്താണ്? നാസ്കോം എന്ന് നമുക്ക് വിളിക്കാം. ആ ഒരു അസോസിയേഷൻ ആണ് എന്താ നീതി ആയോഗിന്റെ അഡാൽ ഇന്നോവേഷൻ മിഷന്റെ കൂടെ ചേർന്ന് നിന്നിട്ട് എന്ത് ഇന്ത്യൻ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് മോഡ്യൂള് ലോഞ്ച് ചെയ്തത്. പിടികിട്ടിയല്ലോ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, താനെ ക്രീക്ക് ഫ്ലമിംഗോ സാങ്ച്വറി. താനെ ക്രീക്ക് ഫ്ലമിംഗോ സാങ്ച്വറി ഡിക്ലേർഡ് ആസ് എ എക്കോ സെൻസിറ്റീവ് സോൺ ബൈ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താനെ ക്രീക്ക് ഫ്ലമിംഗോ സാങ്ച്വറി എന്താണ്? ഒരു എക്കോ സെൻസിറ്റീവ് സോൺ ആണ്. അത് യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ലൊക്കേറ്റ് ചെയ്ത ഒരു എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സോൺ ആണ്. അത് ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സി ആണ് ആൻസർ. എന്താണ് സി? മഹാരാഷ്ട്രയിലാണ് താനെ ക്രീക്ക് ഫ്ലമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, സിരുവാണി ഹിൽസ്. എന്താണ് ശിരുവാണി അല്ലെങ്കിൽ സിരുവാണി ഹിൽസ് വിച്ച് ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ആസ് എ ബട്ടർഫ്ലൈ സൂപ്പർ ഹോട്ട്സ്പോട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ആൻസർ എന്താണ്? എ ആണ്. തമിഴ്നാട്ടിലാണ് എന്തുള്ളത്? ശിരുവാണി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. അത് തമിഴ്നാട്ടിലാണ്. അത് എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്ത്? ഒരു ബട്ടർഫ്ലൈ സൂപ്പർ ഹോട്ട്സ്പോട്ട് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സ്പീഷീസ് ഹാസ് ബീൻ റീസെന്റ് നെയിംഡ് ആഫ്റ്റർ ദ സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ്? അരുണാചൽ പ്രദേശിനോട് ചേർത്ത് പറയുന്ന ഏത് സ്പീഷീസ് ആണ് ഇപ്പൊ റീസെന്റ് വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ 19 ഡി ആണ് ആൻസർ. എന്താണ്? ഡി ആണ് ആൻസർ. ഗെക്കോ. എന്താണ്? ഗെക്കോ എന്ന് വേണമെങ്കിൽ വായിക്കാം. ഗെക്കോ. ഓക്കെ അല്ലേ? ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറിബഡ is a term used to describe the mass migration of which species? ഏത് സ്പീഷീസിന്റെ മാസ് മൈഗ്രേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറിബഡ എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ്. സീ ടർട്ടൈലിനെ ആ ഒരു മാസമായിട്ടുള്ള മൈഗ്രേഷനെ വിളിക്കുന്ന പേരാണ് അറിബഡ എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ.
21 ഇന്ത്യ ഫസ്റ്റ് മോസ് ഗാർഡൻ ഹാസ് ബീൻ ഡെവലപ്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ആദ്യത്തെ ഇന്ത്യയിലെ മോസ് ഗാർഡൻ ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ സി ആണ്, ഉത്തരാഖണ്ഡിലാണ് ആദ്യത്തെ മോസ് ഗാർഡൻ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോസ് ഗാർഡൻ. ഇനി 22 വാട്ട് ഈസ് ദ IUCN സ്റ്റാറ്റസ് ഓഫ് ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ ടർട്ടൈൽ? വാട്ട് ഈസ് ദി IUCN സ്റ്റാറ്റസ്? ആൻസർ സി ആണ്, എക്സ്റ്റിൻറ്റ് ഇൻ ദ വൈൽഡ്. IUCN സ്റ്റാറ്റസ്, IUCN ഏത് സ്റ്റാറ്റസ് ആണ് ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ ടർട്ടൈൽസിന് കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം IUCN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ വംശനാശമൊക്കെ വന്നവർക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ബയോഡൈവേഴ്സിറ്റി എടുത്ത സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ ടർട്ടൈൽസിന് ഏത് കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റസ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ എക്സ്റ്റിൻറ്റ് ഇൻ ദ വൈൽഡ്, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന വൈൽഡ് കാറ്റഗറിയിലാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സ്റ്റേറ്റ് ഹാസ് ഇംപ്ലിമെന്റഡ് എ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ ഫോർ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ലെപ്പേർഡ്സ്? ഏത് സ്റ്റേറ്റ് ആണ് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ എന്തിനു വേണ്ടിയിട്ട്? റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ, ലെപ്പേർഡ്സിന് വേണ്ടിയിട്ട് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ പാർട്ട്ണർഷിപ്പ് ബേസിൽ നടത്തുന്ന ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എ, ഗുജറാത്ത് ആണ്. ഗുജറാത്ത് ആണ് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് വഴി ലെപ്പേർഡ്സിന് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ ടെക്നോളജി മോഡൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി 24 വിച്ച് ഓർഗനൈസേഷൻ ഡെവലപ്പ് ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജി ഫോർ എയറോ എഞ്ചിൻസ്? അതായത് ഏത് ഓർഗനൈസേഷനാണ് ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജി എയറോ എഞ്ചിൻസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? വിച്ച് ഓർഗനൈസേഷൻ ഡെവലപ്പ് ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജി ഫോർ എയറോ എഞ്ചിൻസ്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എ ആണ്, DRDO ആണ്. അപ്പോൾ എയറോ എഞ്ചിൻസ് ആകുമ്പം DRDO അങ്ങനെ ഓർത്ത് വെച്ചാൽ ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജി ആർക്ക് വേണ്ടിയിട്ടാണ്? എയറോ എഞ്ചിൻസിന് വേണ്ടിയിട്ടാണ്. അത് DRDO ആണ് ഓർഗനൈസ് ചെയ്ത് വന്നിരിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ദ യുദ്ധ അഭ്യാസ് ഇസ് എ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? ചോദിക്കാൻ സാധ്യത. യുദ്ധ അഭ്യാസ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. അത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ്? ആൻസർ ബി ആണ്, US-ഉം തമ്മിലാണ്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസിനെ വിളിക്കുന്ന പേരാണ് യുദ്ധ അഭ്യാസ് എന്ന് പറയുന്നത്. ഇനി 26 what is the name of the military exercise that would involve assets of Indian Army, Navy and Air Force and Coast Guard? ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന മിലിറ്ററി എക്സസൈസിന്റെ പേരാണ് എക്സസൈസ് കവച് എന്ന് പറയുന്നത്. 26 എ ആണ് ആൻസർ, എക്സസൈസ് കവച്. what is the name of the military exercise that would involve assets of Indian Army, Navy, Air Force, Coast Guard? ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത് എക്സസൈസ് കവച്. ഇനി 27 വിത്ത് റെഫറൻസ് ടു DRDO what is രക്ഷിത? DRDOയുടെ ഒരു കണ്ടുപിടുത്തമാണ് രക്ഷിത, വിച്ച് വാസ് മേക്കിംഗ് ന്യൂസ് റീസെന്റ്. ന്യൂസിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് DRDOയുടെ രക്ഷിത. അത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം DRDOയുടെ രക്ഷിത എന്ന് പറയുന്നത് ബൈക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ്. എന്താണ് ബൈക്ക് ബേസ്ഡ് ആയിട്ടുള്ള ആംബുലൻസിന്റെ പേരാണ് രക്ഷിത. ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? DRDO ആണെന്നൂടെ ഓർത്ത് വെച്ചേക്കാം. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, നേവി ഡേ ഈസ് സെലിബ്രേറ്റഡ് ബൈ ഇന്ത്യ എവറി ഇയർ ഓൺ 4th December. എന്താണ്? 4 ഡിസംബറിലാണ് ഇന്ത്യ നേവി ഡേ എല്ലാ വർഷവും ആചരിക്കും. ടു കൊമറേറ്റ് വിത്ത് വിച്ച് ഓപ്പറേഷൻ? ഏതിന്റെ ബേസിസിൽ, ഏതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുവാണെങ്കിൽ ആൻസർ ഡി ആണ്, ഓപ്പറേഷൻ ട്രിഡന്റ് എന്ന് പറയുന്ന ഓപ്പറേഷന്റെ ബേസ് ചെയ്തിട്ടാണ് നേവി ഡേ ഇന്ത്യയിൽ ഡിസംബർ 4 എല്ലാ വർഷവും ആചരിക്കുന്നത്. 29 സിംടെക്സ് എന്ന് പറയുന്നത് ഒരു ട്രൈലാറ്ററൽ നേവൽ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ, സിംഗപ്പൂർ, അതായത് 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നേവൽ എക്സസൈസിന്റെ പേരാണ് സിംടെക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇന്ത്യയുണ്ട്, സിംഗപ്പൂർ ഉണ്ട്. ഇനി ആരാണ് അടുത്ത 3ാമത്തെ രാജ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ തായ്ലൻഡ് ആണ്. ഇന്ത്യ, സിംഗപ്പൂർ, തായ്ലൻഡിന്റെ ഒരു നേവൽ എക്സസൈസ്, ട്രൈലാറ്ററൽ നേവൽ എക്സസൈസ് ആണ് സിംടെക്സ് എന്ന് പറയുന്നത്. തായ്ലൻഡ് ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രഹ്മോസ് എയറോസ്പേസ് ഇസ് എ ജോയിന്റ് വെഞ്ചർ കമ്പനി സെറ്റപ്പ് ബൈ റഷ്യസ് മഷിനോസ്ട്രയോനിയ ആൻഡ് വിച്ച് അതർ കമ്പനി ഓഫ് ഇന്ത്യ? ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഒരു ജോയിന്റ് വെഞ്ചർ ആണെന്ന് നമുക്കറിയാം, റഷ്യയും ഇന്ത്യയും തമ്മിലുള്ളത്. അത് റഷ്യയുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത് മഷിനോസ് ട്രയോനിയ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതിൽ ഇന്ത്യയുടെ പാർട്ടായിട്ട് നിന്നിരിക്കുന്ന ആരാണെന്നാണ് ചോദ്യം. DRDO ആണ്. ബ്രഹ്മോസിന്റെ എയറോസ്പേസിന് റഷ്യയുടെ കൂടെ നിന്ന ഇന്ത്യൻ കമ്പനിയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓർഗനൈസേഷനാണ് DRDO എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 30 ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.